സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതിയിൽ മുകേഷ്, മണിയൻപിള്ള രാജു, അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവരുടെ ജാമ്യാപേക്ഷയിൽ ഇന്നും വാദം തുടരും. ഇടവേള ബാബുവിന്റെ ജാമ്യ ഹർജിയും ഇന്ന് പരിഗണിക്കും. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതേസമയം എറണാകുളത്തെ നടിയുടെ പരാതിയിൽ തെളിവെടുപ്പ് ഇന്നും തുടരും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ സിനിമാ മേഖലയെ പിടിച്ചുലച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുണ്ടാകുന്ന നിരവധിയായ പരാതികൾ, അതിൽ നമ്മുടെ പ്രധാനപ്പെട്ട നടന്മാരൊക്കെ ഉൾപ്പെടുന്നു. അവരൊക്കെ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ഈ ഒരുപാട് പേരുടെ പേരുണ്ട്. മുകേഷുണ്ട്, മണിയൻപിള്ള രാജു ഉണ്ട്, ബാബുരാജുണ്ട്, ജയസൂര്യയുണ്ട്. നിരവധി പരാതികൾ പലർക്കെതിരെയുമുണ്ട്. ഈ കേസുകൾ, ഈ ജാമ്യ ഹർജികൾ ഒരുമിച്ച് പരിഗണിക്കും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ തുടർച്ചയായി ഹർജികൾ നൽകിയവരുടേത് ഒരുമിച്ച് പരിഗണിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. കോടതിക്ക് മുന്നിൽ ഇവർ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്താണ്? ഇവരുടെ അഭിഭാഷകരൊക്കെ ആത്മവിശ്വാസത്തിലാണോ? രഞ്ജിത്ത, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയാണ് വാദം തുടങ്ങിയത്. ഇന്നലെ വാദം തുടങ്ങുമ്പോൾ ഈ പ്രതികളുടെ അഭിഭാഷകരെല്ലാം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. കാരണം പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ആക്ഷേപങ്ങൾ മാത്രമാണ് ഈ ഉയർന്നിട്ടുള്ളത്. ഇത്തരം പരാതികൾക്ക് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം കേട്ടത് മുകേഷിൻ്റെയും അതോടൊപ്പം തന്നെ മണിയൻപിള്ള രാജുവിൻ്റെയും അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ്റെയും അടക്കമുള്ള കാര്യങ്ങളിലാണ് ഇന്നലെ വാദം കേട്ടത്. അടച്ചിട്ട കോടതി മുറിക്കുള്ളിലാണ് ഈ ഒരു നടപടികളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. ഇന്നും ഇതിൽ തുടർവാദം കേൾക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തേക്കും മാറ്റിവെച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇടവേള ബാബു ഇന്നലെ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരുന്നു. ഈ കോടതി തന്നെയാണ്, പ്രിൻസിപ്പൽ സെഷൻ കോടതി തന്നെയാണ് ഇത് പരിഗണിക്കുന്നത്. അത് ഇന്ന് പരിഗണിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ അതിൽ വാദം തുടരുമായിരിക്കും, അതിൽ വാദം ആരംഭിക്കുമായിരിക്കും. ഇതിൽ പ്രധാനമായും തന്നെ മുകേഷിൻ്റെ അഭിഭാഷകൻ ഇന്നലെ സൂചിപ്പിച്ചത് പ്രധാനമായും ചില ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത് മുകേഷ് നേരത്തെയും പറഞ്ഞ കാര്യങ്ങളാണ്. കാരണം ഇവർ പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ ചില ഭീഷണിപ്പെടുത്തലുകൾ, അതായത് പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശങ്ങൾ, ഇതെല്ലാം തന്നെ തൻ്റെ പക്കലുണ്ടെന്ന് മുകേഷ് പലകുറി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ മുകേഷ് കൊച്ചിയിലേക്ക് എത്തുകയും അഭിഭാഷകന് കൈമാറുകയും ചെയ്തിരുന്നു. അത് ഇന്നലെ സീൽ ചെയ്ത കവറിൽ കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയും ഇവർ പറയുന്ന തീയതികൾ പലതും തന്നെയും പൊരുത്തപ്പെടാത്ത തീയതികളാണ്. ചിലപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ മാറ്റിപ്പറയുന്ന ഒരവസ്ഥയിലേക്കെല്ലാം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ ഈ നിലപാടുകളിൽ വ്യക്തതയില്ല, നിലയിൽ മുഴുവൻ ഒരു ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഇവർ പരാതിക്കാരി പറഞ്ഞിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഈ അഭിഭാഷകർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൃശ്യമാധ്യമങ്ങൾക്കടക്കം നൽകിയ അഭിമുഖങ്ങൾ പോലും കോടതിക്ക് മുൻപാകെ എത്തുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം ഇന്ന് ഹൈക്കോടതിയിൽ നടൻ സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിക്ക് മുൻപാകെ വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇത് പരിഗണിക്കുന്നത്. അതിൽ പ്രധാനമായും സിദ്ദിഖ് പറയുന്നത് ഈ മറ്റുള്ളവർ കീഴ്ക്കോടതികളിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് സിദ്ദിഖും ഇവിടെയും പരാമർശിക്കുന്നത്. കാരണം ഇതിൽ പരാതിക്കാരിയുടെ നിലപാടും അവർ നൽകിയ മൊഴി, അത്തരം കാര്യങ്ങളിൽ തമ്മിലൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതാണ്. ഇത് തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. ഇവർക്കെല്ലാം ഒരു ഗൂഢ ലക്ഷ്യങ്ങൾ ഇതിനെല്ലാം തന്നെ പിന്നിലുണ്ട് എന്നതാണ്. ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നത് തെറ്റായ ഒരു വാദമാണ്. ഇതിൽ ഇവരുടേതായ ഈ താല്പര്യങ്ങളാണ് ഇതിന് പിറകിലുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ സിദ്ദിഖ് തൻ്റെ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഇന്ന് ഹൈക്കോടതി പരിഗണനയിലേക്ക് രാവിലെ തന്നെ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ മുൻകൂർ ജാമ്യ ഹർജികളിലെല്ലാം തന്നെയും കോടതികളിൽ വാദം തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം അവരുടെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ ഈ എറണാകുളത്തെ നടിയെ വഞ്ചൂർ കോടതിയിലെത്തി മൊഴി രേഖപ്പെടുത്തുകയുണ്ടായി. അതിൽ നടൻ ജയസൂര്യക്കെതിരെ രജിസ്റ്റർ ചെയ്ത പരാതിയിലായിരുന്നു രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. ഇവിടെ കൊച്ചിയിൽ ഇതുവരെയും മുകേഷിൻ്റെയും ഇടവേള ബാബുവിൻ്റെയും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് നോബിളിൻ്റെയും അടക്കമുള്ള കാര്യങ്ങളിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവർ പോയിരുന്ന ഫ്ലാറ്റുകളിലടക്കം ഇവിടേക്ക് ഇവരെത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയും
7 പേരുടെയും വ്യത്യസ്തമായ പരാതികളായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും അവരുടെ രഹസ്യമൊഴിയെടുപ്പ് വിവിധ കോടതികളിലായിട്ട് തുടരുകയും ചെയ്യും. തെളിവെടുപ്പും അതോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം വ്യക്തമാക്കിയത് ഈ കാര്യങ്ങളിൽ അറസ്റ്റ് ഉടനില്ല. കാരണം ഇത് നേരത്തെ ഉയർന്നു വന്ന പരാതിയാണ്. അതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ ആവശ്യമായ തെളിവടക്കം സമാഹരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ കോടതിയെ എല്ലാവരും തന്നെ സമീപിച്ചിരിക്കുന്നു. മുൻകൂർ ജാമ്യ ഹർജികളടക്കം പരിഗണിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള നടപടികളെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഡാനി ഇപ്പോഴാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും നിയമവഴികളിലാണ് നടന്മാർ എന്നുള്ളതാണ്. ജാമ്യ ഹർജികൾ പരിഗണിക്കുന്നു. എല്ലാവരുടെയും ജാമ്യ ഹർജികൾ ഒരുമിച്ചായിരിക്കും ഹൈക്കോടതി തീരുമാനമെടുക്കുക. അഭിഭാഷകരൊക്കെ കോടതിയെ പലവിധ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. മുൻകൂർ ജാമ്യം ലഭിക്കുമോ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം.